ഞാനിട്ട് തന്നില്ല. അവിടെ ഇരിക്കട്ടെ താറിനൊക്കെ. താറിനൊക്കെ പിടിച്ച് ചോറയൊക്കെ പിടിച്ച് അങ്ങനെ ഇങ്ങോട്ട് ഇട്ട് തരാം എനിക്ക് തലയിൽ ഇത്. അപ്പൊ ഞാൻ വേറെ സാധനം അങ്ങോട്ട് തലയിൽ ഇട്ട് തരും. ആ പാത്രം ഇങ്ങതാ 2 കൈ കൊണ്ട് ഇങ്ങനെ ചൊറിയ ഇങ്ങനെ. കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ആഴ്ചയിൽ 150 വെച്ച് മുടി വെട്ടണം. എന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ ബംഗാളി പണിക്കാരനല്ലെന്ന്. പിന്നെ പണി എടുക്കണ്ടേ, അല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പൊ ഉച്ചക്ക് തലയൊക്കെ ഭയങ്കര ആവശ്യമിരിക്കുക. ഏത് പണിക്കാരനാണെങ്കിലും രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ അതിന്റെ ഇടയ്ക്ക് 1 മണിക്കൂർ ചോറിനാ റെസ്റ്റ്. രാവിലെ ചായ കുടിക്കാൻ 10 മിനിറ്റ് റെസ്റ്റ്, ഉച്ച കഴിഞ്ഞും 10 മിനിറ്റ് റെസ്റ്റ് വേണം. എനിക്ക് വേണം റെസ്റ്റ്. കുറച്ചു നേരം ഇത്ര നേരം വിശ്രമിക്കാറുണ്ട്, ഇനി റെസ്റ്റ് എടുക്കാൻ പോവാ. ഇത്ര നേരം വിശ്രമോ? ഈ വീട്ടിലെ പണി മൊത്തം ഞാൻ ചെയ്യണം. തല നിറയെ താരണമെന്ന് പറഞ്ഞാൽ ഓടി അങ്ങ് ആശുപത്രിയിലേക്ക് വന്നാൽ മതി. എന്നും കുളിക്കണം. ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല. ഇല്ലല്ലോ, അപമാനിക്കുവാണ്. അത് ചെയ്യാറില്ല. പിന്നെ തലയിൽ ഞാൻ ഹെയർ മാസ്ക് ഇട്ട് കൊടുക്കും, എന്നിട്ട് ഷാമ്പൂ ഇട്ട് കഴിയല്ലോ, അത് ചുമ്മാ കഴിയിട്ട് കയറിപ്പോരും. ഇങ്ങനെയൊന്നും ചെയ്താൽ താരം പോവില്ല. അതുകൊണ്ട് ഇന്ന് പിടിച്ചിരുത്തി ഞാൻ ഹെയറിലൊരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോവാ. എന്റെ തലയിൽ ഞാൻ ചെയ്യാൻ പോവാ. ഈ ഉച്ചക്ക് സമയം കിട്ടുള്ളൂ. ഈ കണക്കിനാണെങ്കിലും എന്റെ തലയ്ക്ക് ഞാനൊരു ട്രീറ്റ്മെന്റ് വേണ്ട, ആ ട്രീറ്റ്മെന്റ് വേണ്ട. എന്നാണേലും നട്ടുച്ച സമയത്ത് മനുഷ്യനെ റെഡിയല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്തൊക്കെയാ, എന്റെ ഹെയർ മാസ്ക് വേറെ, ഇദ്ദേഹത്തിന്റെ ഹെയർ മാസ്ക് വേറെ. ഇതിന്റെ ഹെയർ മാസ്ക് അല്ല, ചൊറിഞ്ഞ് കഴുകി കളയണതല്ല. അതേ പരിഹാരമുള്ളൂ കേട്ടോ. നിന്റെ തല മാത്രം വൃത്തിയുള്ളത്, എന്റെ തല മാത്രം വൃത്തിയില്ലാത്തത്. സംശയമുണ്ടോ? അപ്പൊ ഒരാളുടെ മാത്രം തല നന്നായിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുമ്പോ ഹസ്ബൻഡും വൈഫും ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ചെയ്യാം. ഉഴപ്പ് നിക്കുവാ, ഒഴിക്കല്ലേ? മുട്ടവെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ട് അടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സ്റ്റാർട്ട് ആക്ഷൻ. എണ്ണ എടുക്കണ്ട, ഇതിനകത്ത് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ മുട്ടവെള്ളം നന്നായിട്ട് ബീറ്റർ യൂസ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അത് നല്ല പഞ്ഞി പരുവാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് പഴവും അതുപോലെ കറ്റാർ വാഴപ്പോളയും കോഫി പൗഡറും കൂടി അരച്ചെടുക്കുകയാണ്. നല്ലോണം അരച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ അരച്ചെടുക്കുകയാണ്. എന്നാലാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പാകത്തിനൊരു കൺസിസ്റ്റൻസി ആവുള്ളൂ. ഇങ്ങനെ അരച്ച ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുവാണ് മുട്ടവെള്ളം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക്. പിന്നെ ഇതെല്ലാം കൂടി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കും. നമ്മുടെ ഹെയറിന് അടിപൊളി മാസ്കാണത്. സ്ലോലി നമ്മൾ അത് മിക്സ് ചെയ്തെടുക്കുന്നു. നമുക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിനൊരു കൺസിസ്റ്റൻസി ആയി കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹെയർ പാക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മെയിൻലി ഫോർ ഹെയർ സ്കാൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹെയർ ഫുള്ള് ഇങ്ങനെ ചാണകം കുത്തി പോലെ വാരി പൊത്താനല്ല. ഇത് നമ്മുടെ ഫേസിന് നല്ലതാണ് കേട്ടോ. ഫേസിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നന്നായിട്ട് നിറമൊക്കെ വയ്ക്കും. നമ്മുടെ ഉള്ള സ്കിൻ ടോൺ ഒന്നുകൂടി ഒരു 2 ലെവല് അപ്ലിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് എൻ്റെ ഫേസിൽ കുറച്ച് അപ്ലൈ ചെയ്യുവാണ്. ദെൻ ബാക്കി വരുന്നതാണ് ഞാൻ തലയിൽ തൂക്കുന്നത് കേട്ടോ. എല്ലാം മിന്നി തിളങ്ങട്ടെ, മുഖവും തലമുടിയൊക്കെ. പിന്നെ ഹെയർ സ്കാൽപ്പിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെയർ സ്കാൽപ്പ് വൃത്തിയാണെങ്കിൽ, ഡാൻഡ്രഫ് ഒന്നുമില്ല, നല്ല ക്ലീൻ ആണ് എങ്കിൽ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹെയർ സ്കാൽപ്പ് എപ്പോഴും വൃത്തിയായിട്ട് വെക്കുന്നത്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസിലും എൻ്റെ ഹെയറിലും ഒക്കെ ഒന്ന് ഇടട്ടെ. എന്നിട്ട് ബ്രിൻഡോടെ തലയിലൊരു പണിയുണ്ട്. എന്ത് ക്യാമറമാൻ അവിടെ വിളിച്ചിരിക്കണോ? ഇതൊക്കെ ഇട്ടതാ. അപ്പോൾ ഞാൻ ഇരുന്ന് കൊടുക്കാന്നുള്ളതിൻ്റെ ഒറ്റ കണ്ടീഷൻ ഇതാണ്, ഒരു അരമണിക്കൂർ ഹെഡ് മസാജ് വേണം. അരമണിക്കൂറോ? 20 മിനിറ്റ്സ്? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എന്നെ അരമണിക്കൂറുണ്ടോന്ന് എനിക്ക് സംശയം. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചുമ്മാ അങ്ങനെ ഇരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് ഇട്ട് തരാം എനിക്ക് തലയിൽ ഇത്. അപ്പൊ ഞാൻ വേറെ സാധനം അങ്ങോട്ട് തലയിൽ ഇട്ട് തരും. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനത്തെ സ്കീം ഒന്നുമില്ല. നമ്മളത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഇവിടെ ഒന്ന് ഇരുന്ന് തരുന്നതായിരിക്കും. എന്ത് മടിയനാണ്, ഇത്ര മടി കൊള്ളില്ല കേട്ടോ ആൾക്കാർക്ക്. സംഭവിക്കില്ല. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് എടുക്കണം വെച്ചിട്ട് ആ റെസ്റ്റ് ഒന്നും നിന്നില്ല. അപ്പോൾ ആ റെസ്റ്റിനെ പകരമായിട്ട് ഞാൻ പറഞ്ഞു അരമണിക്കൂർ എനിക്ക് ഹെഡ് മസാജ് വേണം എന്നുള്ളത്. ഡീസന്റ് ആയിട്ട് മാന്യമായിട്ടുള്ള ഒരു ഡിമാൻഡ് അല്ലേ ഇത്? ഞാൻ ചെയ്യാം. ഇത് എനിക്കൊന്ന് ഇട്ടെന്നാൽ എനിക്ക് മസാജ് ഒന്നും ചെയ്യണ്ട.
ജസ്റ്റ് എന്റെ തലയിൽ എനിക്ക് ഒന്ന് ഇട്ടാൽ മതി, അപ്പൊ ഞാൻ തിരിച്ച് മസാജ് ചെയ്ത് തരാം. അത് നമ്മുടെ കണ്ടീഷൻ വിരുദ്ധമാണ്. നമ്മുടെ കണ്ടീഷൻസിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഇട്ട് തന്നില്ല, അവിടെ ഇരിക്കട്ടെ. താറിനൊക്കെ പിടിച്ച് ചോറയൊക്കെ പിടിച്ച് അങ്ങനെ ഞാൻ ഇത് ഫേസിലിടട്ടെ, ദെൻ തലയിലിടും. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഇട്ട് തരും. അങ്ങനെ ഞാൻ വേറെ എവിടെ ഇടാൻ പോകണം. വേറെ എടുത്തിടേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ മുഖവും തലയാണല്ലോ മെയിനായിട്ട് ആൾക്കാർ കാണുന്നത്. ബാക്കിയെല്ലാം എങ്ങനെയെങ്കിലും ഇരുന്നോട്ടെ. പോടുന്നു. എന്നെ കണ്ടിട്ട് എന്തേലും കുഴപ്പം തോന്നുന്നുണ്ടോ? കുഴപ്പം തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പഴയ സിനിമയുടെ ഡയലോഗ്സ് ഒക്കെ ഓർത്ത് പോയതാ. അതിന്റെ ഈ ഉച്ചയ്ക്ക് ഇരുന്ന് ഫേസ് പാക്ക് ഇടുന്നത് എനിക്ക് ഇപ്പോഴാണ് സമയമുള്ളൂ. അതുകൊണ്ടാ എപ്പൊ നമ്മൾ സമയം കണ്ടെത്തണ്ടേ നമുക്ക് വേണ്ടിട്ട്. എല്ലാവരും നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടിട്ട് കുറച്ച് സമയം കണ്ടെത്തണം. വേറെ ആരും നമ്മളെ കെയർ ചെയ്യില്ല. ഈ പട്ടി കുറയ്ക്കണ കാരണം ഒന്നും കേൾക്കണ്ട. ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് തലയിൽ ഹെയർ പാക്ക് ഒക്കെ ഇടാൻ പോവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്ട്, ഞാൻ ഭയങ്കര സന്തോഷത്തിലാട്ടോ. ചെയ്തോ മസാജ് ചെയ്തോ? ഇപ്പടി താരണ ഇങ്ങനെ 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 പയ്യെ മസാജ് ചെയ്ത് തേച്ച്. ശരിക്കും ചോദിച്ചാണോ? തേച്ച് വെക്കും മനുഷ്യ. നമുക്കറിയാവുന്ന പണികളൊക്കെ ചെയ്താൽ പോലെ ഒഴിക്കരുത്. ഓ എന്താണോ കാണിച്ചു വെക്കുന്നത്. എന്തൊക്കെയാണോ? ഞാൻ പഴയ സിംഗിൾ ലൈഫിലൂടെ പോയാലോന്ന് ആലോചിക്കുന്നുണ്ട്. ഒന്നുമില്ല, എന്തോ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനും ചിലതൊക്കെ ആലോചിക്കും കേട്ടോ. അങ്ങ് ചൊറിഞ്ഞ് കഴുകുക. മനുഷ്യന് തിന്നാനുള്ള സാധനങ്ങൾ മൊത്തം അരച്ച് തലയിൽ തേക്കുക. ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. അതെ. ആഹാ, ആ പാത്രം ഇങ്ങതാ, 2 കൈ കൊണ്ട് ഇങ്ങനെ ചൊറിയ ഇങ്ങനെ. കളിമണ്ണിന്റെ മുകളിൽ ഇതൊക്കെ ഇട്ടിട്ട് എന്തിനാണാവോ? ഒന്നുമില്ല, നീ അവിടെ ഇരിക്കേ. നല്ല സുഖം. ഇത് പുറത്തിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം 1500 കിട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര രൂപ തരേണ്ടി വരും? എന്ന് ഞാൻ ഇട്ട് തന്നെയാണല്ലോ. പിന്നെ എന്നവിടെ ഇട്ട് നീ അലക്കും. അല്ലേ കാണാറുണ്ട് നിങ്ങളുടെ തലയിൽ. ഇപ്പൊ ഞാൻ എന്നും ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ടാ അത്ര ഇങ്ങനെ നന്നായിട്ടിരിക്കുന്നത് കേട്ടോ. വീടിന്റെ മുമ്പശത്ത് തന്നെ വന്നിരുന്നൊക്കെ ചെയ്യണം, നാട്ടുകാരല്ല. പോരെ? ഇത് പോരാ, ഇട്. മസാജ് ചെയ്യ. അയ്യോ, എന്റെ സ്കാൽപ്പിലൊന്നും ആയില്ലല്ലോ. ഇതൊന്നും ആയില്ലല്ലോ. ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പിലാ തേച്ച് പിടിപ്പിക്കണ്ടേ. ചെയ്യും മനുഷ്യ, നല്ല സുഖം ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ വകച്ചിലെടുക്ക്, എന്നിട്ട് അവിടെയൊക്കെ തേക്ക്. ശരിക്കും നമുക്ക് വേറൊരാൾ നമ്മുടെ തലയിൽ ഇങ്ങനെ ചെയ്തു തരുമ്പോ എന്ത് സുഖാന്നറിയാം, എന്ത് കംഫർട്ടാന്നറിയാം. പക്ഷെ എനിക്ക് മാത്രം ഈ വീട്ടിൽ ആരും ചെയ്തു തരില്ല. ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. ഞാൻ ഉറങ്ങിപ്പോട്ടോ. വെറുതെ നമ്മൾ എന്തിനാ ഈ പാർലറിൽ പോയി 2000 രൂപ ഇങ്ങനെ കളയണ? സ്പായ അതാ ഇതാ. ഗൂഗിൾ പേ ചെയ്തോ. എന്നാ അതുപോലെ തിരുമ്മ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ എന്നാ നന്നായിട്ട് തിരുമെന്നറിയാം. ഇങ്ങനെയൊന്നും അല്ല. ഇതെന്നാ ഇത് ഇളക്കി പറിക്കണോ? എന്റെ പോയിട്ടില്ല, എനിക്കറിയാൻ പാടില്ല. നാച്ചുറൽ ബ്യൂട്ടിയുടെ ആളായിരിക്കും. കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ചിലരെയൊക്കെ കാണുമ്പോഴേ അവര് പറയും ഞാൻ പാർലറിൽ പോവാറില്ല. എന്നാ പാർലറിൽ നിന്ന് ഇറങ്ങാൻ ടൈമില്ലാത്ത ടീമുകളായിരിക്കട്ടെ പറയുന്നത്. നാച്ചുറൽ ബ്യൂട്ടി. ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്റെ ഐബ്രോസ് ഇങ്ങനെയായിരുന്നു. എന്നാ ചിരിച്ച്? ഇവിടെ ഒന്നും ആയില്ലല്ലോ, തീർന്നാ? അത് കളയാൻ കൊണ്ടുപോയതാട്ടോ. എന്നെ സാധനം നോക്കിയേ. നമ്മുടെ ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തതേ നമ്മൾ ഉണങ്ങുന്നവരെ ഇങ്ങനെ കെട്ടി വെച്ച് നടക്കണം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എടുക്കും ഇതൊന്ന് ഡ്രൈ ആയി നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഞാൻ
ഫുൾ എൻ്റെ ഹെയറിൽ എനിക്ക് തൂക്കാൻ പറ്റി. എനിക്ക് അധികം ഹെയർ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ എൻ്റെ ഹെയറിൽ ഫുൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റി. എല്ലാം കുറച്ച് കുറച്ച് എടുത്താൽ മതി, എന്നാലേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല കുറുകെ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മേത്തോടെ എല്ലാം ചാടും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മേത്തോടെ ഒന്നും ഒളിക്കുന്ന ഒരു പ്രശ്നമില്ല. ഇത് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. മുടിയും സ്കാൽപ്പും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇനി പുള്ളിക്കാരനെ കൂടെ എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് ഒന്ന് ചെയ്യട്ടെ. പുള്ളിക്ക് ഇതിനൊക്കെ മടിയുള്ള കൂട്ടത്തിലാണ്. എനിക്ക് ചിരിക്കാനൊന്നും പറ്റുന്നില്ല, ഇവിടെ ഉണങ്ങിയിട്ട് ഭയങ്കര ഉറക്കം വരുവാണോ? ഇത് നട്ടുവച്ച സമയമല്ലേ, രാവിലെ വരെ നിൽക്കാണ്ട് ഉള്ള പണിയാണ്. ഓ അതെന്ത് പണിയത്? പട്ടിക്കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നു, അതിനെല്ലാം ഫീഡ് ചെയ്യണം. 2 മണിക്കൂർ കൂടുമ്പോൾ എല്ലാത്തിനും 8 കുഞ്ഞുങ്ങൾക്കും പാല് കൊടുക്കണം. ഭയങ്കര ഉത്തരവാദിത്തമായിട്ടോ. ഇച്ചിരി കുടിക്കുള്ളൂ. 8 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ 8 കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ തന്നെ നല്ല സമയം എടുക്കുന്നുണ്ട്. അതെല്ലാം ഈ ഫീഡിംഗ് ബോട്ടിൽ വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇച്ചിരി കുടിക്കുള്ളൂ, ഇറ്റിയായിട്ട് ഇച്ചിരി കുടിക്കുള്ളൂ. അപ്പോൾ എത്ര 2 മണിക്കൂർ ഗ്യാപ്പിടായിട്ട് പാല് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ലൂസിലെടുത്ത് കൊണ്ടുവരണം. പെറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ പെറ്റ്സിനെ വളർത്തുന്നത് അത്ര ഈസിയാണല്ല, കാണുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ അതിന് പുറകിലുള്ള കഷ്ടപ്പെടുന്ന അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പണിയെടുക്കണം. ഇപ്പോൾ 8 കുഞ്ഞുങ്ങളുള്ളതാണ്. കുഞ്ഞുങ്ങളെണ്ണം കുറവായിരുന്ന കുഴപ്പമില്ല, ലൂസിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യണം. കുഞ്ഞുങ്ങളെണ്ണം കൂടുതലായതുകൊണ്ട് നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും ഒരേപോലെ പാല് കിട്ടിയില്ലെങ്കിൽ ഈ കുറച്ച് ദിവസം ഉണ്ടായതല്ലേ ഉള്ളൂ. ഉണ്ടായിട്ട് ആ ഫസ്റ്റ് 2-3 ഡേയ്സ് പാല് കിട്ടിയില്ലെങ്കിൽ വലിയ പാടാവും. എനിക്ക് ഓർത്തിട്ട് നിൽക്കാം. അത് വിട്, നമുക്ക് ഇത് തല ചെയ്യണ്ടേ? ചെയ്യണം. എന്നാ എവിടെയും മുങ്ങി നടക്കണേ? ഞാൻ മടുത്തു, ഞാൻ അവിടെ ഇരിക്കട്ടെ. ഞാനല്ലേ ചെയ്യണേ? എന്നാ പാ ഒന്ന് ചെയ്യാൻ പാ. ഇവിടെയാണോ ഇരിക്കുന്നേ? ഇവിടെ ഇരിക്കണ്ട, നമുക്ക് പുറത്ത് പോയിരിക്കാം. ഞാൻ മടുത്തു വെച്ചിട്ട് ഫാൻ എന്നാ ചൂടാ. അയ്യോ, എന്നാ ഹാളിൽ പോയിരിക്കാം പാ. എടേ എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കട്ടെ, ഒന്ന് പോടേ ഒന്ന്. നീ ഇരിക്കണിക്കോ? ഇതിനെയൊക്കെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കണ എന്നാ പാടാ. തലയിൽ സ്പ്രേ ചെയ്യാൻ പോട്ടോ. ഇങ്ങനെ ചെയ്യുന്ന നല്ലതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. കാരണം വെച്ച് കഴിഞ്ഞാൽ തല ഒന്ന് കുതിർന്ന് കിട്ടും. കുതിർന്ന് പിന്നാക്കാണോ കുതിർന്ന്? അപ്പൊ തന്നെ നല്ലൊരു സുഖം വരുന്നില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ തലയിൽ ആരും ചെയ്യുന്നത് തന്നെ. എനിക്ക് ആരും ചെയ്തു തന്നില്ല. ആളിച്ചിരി മസാല ഒക്കെ ചെയ്തിട്ട് ഓടിക്കണം. എനിക്കിങ്ങനെ എന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തലയിലൊക്കെ ഇട്ട് ഇതുണ്ടോ നമ്മുടെ. അപ്പൊ ഞാന് ഈ തലയിൽ നമ്മൾ ഇന്നാള് എവിടെയാ പോയപ്പോ കണ്ടില്ലായിരുന്നോ? ഹസ്ബൻഡ് കുരങ്ങ് വൈഫ് കുരങ്ങിക്ക് ഇങ്ങനെ പേൻ നോക്കി കൊടുക്കാൻ. എന്നിട്ട് ആ കുരങ്ങിന്റെ മടിയിൽ കുഞ്ഞാവ് ഇരുന്ന് ഉറങ്ങണ നല്ല രസമായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോ എന്നെ വെറുതെ വിടണം. ഞാനൊരു പാവ മനുഷ്യനാണ്. ആരെ പറഞ്ഞ് പാവാന്ന്? വീട്ടിൽ വരണം. ഇനി ഞാൻ ഇടാൻ പോകുന്നത് എം കഫേന്റെ. ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ എടുത്തില്ലായിരുന്നോ? മറ്റേ റിവ്യൂ പോട്ടെ, മറ്റേ അൺബോക്സിങ് ചെയ്തപ്പം. അപ്പൊ ആ സാധനം ഞാൻ ഇടാൻ പോവാണ്. നേക്കഡ് ആൻഡ് റോ കോഫി സ്കാൽപ് സ്ക്രബ് എം കഫേ 99% ഡാൻഡ്രഫ് കൺട്രോൾ. ഇത് തൂത്തിട്ട് താരം പോയില്ല എന്ന് പറഞ്ഞാൽ അത് കുളിക്കാത്തോണ്ട് മാത്രമാണ്. എന്നെ പറഞ്ഞ കാര്യം. അപ്പൊ നമുക്ക് ഇത് എടുത്ത് നോക്കാം. കുളിക്കാൻ പോണല്ലോ ഉള്ളൂ. എന്ത് നല്ല മണത്ത് നോക്കി. മണത്തു അത് മതി. ഇഷ്ടപ്പെട്ടില്ലേ? ചീഞ്ഞ സാധനം എല്ലാം മണക്കല്ലേ. കഫേക്കാര് നമ്മളെ പഞ്ഞിക്കണം കേട്ടോ. ഒന്ന് മണത്ത് നോക്കി. ഇത് വായിക്കകത്തൊക്കെയാണ് കുത്തണയിട്ട്. ഇത് കോഫിയാ മനുഷ്യ. അതുകൊണ്ട് മണത്ത് നോക്കി. ഇതിനകത്തിട്ട് ചായ ഉണ്ടാക്കി കുടിക്കും, അല്ല കോഫി ഉണ്ടാക്കി കുടിക്കും. മണത്തൂന്ന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടണം. അപ്പൊ ഒന്നുകൂടി ഒന്ന് സ്പ്രേ ചെയ്യാം. എന്നിട്ട് ഇത് ഇങ്ങനെ കുറച്ചെടുത്തിട്ട് തലവഴി കമത്താം. ഉറങ്ങിപ്പോയോ? മിണ്ടുന്നില്ലല്ലോ. ഇത് നീ എന്തിനാണ് എന്നെ മണപ്പിക്കണം? എന്തിനാ ഇത്രയും നല്ല പ്രീഷ്യസ് ആയിട്ടുള്ള സാധനം ഞാൻ ഇടുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഒന്ന് സ്മെല്ല് ചെയ്യിപ്പിച്ചത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇത് ഷാമ്പു ഇത് വാഷ് ചെയ്ത് കളയണം. ഇത് ഇതേപടി പച്ചവെള്ളം ഒഴിച്ച് കഴിയാനൊന്നും താരം പോവില്ല കേട്ടോ. പിന്നെ ഹെയർ വാഷ് ഇല്ല കേട്ടോ, മസാജ് മാത്രമേ ഉള്ളൂ. തലേന്നങ്ങനെ സാധനം പോയില്ല ഞാൻ പറയാം കേട്ടോ. പിന്നെ 2 കൈയും കാലും ഉണ്ട് കേട്ടോ. തന്നെ ഷാമ്പു ഇട്ട് കഴിയാൻ മതി. 2 കൈയും കാലും നിനക്കുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത് എന്റെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ നീ തന്നെയല്ലേ എന്റെ തലക്ക് തൂത്ത് വെക്കണേ. നല്ല രസമുണ്ടല്ലോ. ഇതിന്റെ ഒരു ടെക്സ്ചർ കണ്ടോ? കണ്ടോ? ഉള്ള സാധനങ്ങളെല്ലാം നല്ലതാണ്.
എന്ത് ഇത് കൂട്ട് പ്രോഡക്റ്റ് കിട്ടിയാലും അവള് മണത്ത് നോക്കും, നക്കി നോക്കും, തിന്നു നോക്കും. എന്തൊരു സാധനം അത്. ഹായ്, നല്ല മണം. എനിക്കാണെങ്കിലും മണമുള്ള സാധനം ഭയങ്കര ഇഷ്ടാട്ടോ. എനിക്ക് ഗുണമില്ലാലും മണം വേണം എന്നുള്ളത് 100% എനിക്ക് വേണ്ട കാര്യം. ആട് സിനിമയിലെ ഷാജി പാപ്പന്റെ അവസ്ഥ എനിക്ക്. അതിനാ പോലീസ് ഓടിക്കാൻ വന്ന പാട്ടും കാട്ടം കൊടുത്തു കഴിഞ്ഞാൽ പൊതിച്ച കിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്ത് കാട്ടം കിട്ടിയാലും നല്ലത് നമ്മളോട് ഒരാൾ തലരും. എന്റെ മുഖം നല്ല ബ്രൈറ്റ് ആയില്ലേ മാസ്ക് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും. അങ്ങനെയൊക്കെ എന്റെ ഒപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തോട്ടോ. ഞാൻ ഇച്ചിരി മാറി നിന്നോളാട്ടോ. ആണോ? നമ്മുടെ തലയിലെ താരം പോലെ ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ കോഫി. ഇതിനകത്ത് മുഴുവൻ ഈ തരുതരൂന്ന് കാണുന്നത് എന്ത് മുടിയാന്നേ കൊഴിഞ്ഞേക്കുന്നേ. പേടിക്കണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മുടി പെട്ടെന്ന് ഇങ്ങനെ കൊഴിയുന്നതാണ്. നമ്മുടെ ഡെഡ് സ്കിൻസും അതുപോലെ കൊഴിയാറായിട്ടിരിക്കുന്ന ഹെയർ കിങ് പോലും. അപ്പൊ അത് പോട്ടെ. ഈ തരുതരൂന്ന് കാണുന്നില്ലേ, ഈ തരുതരൂന്ന് കാണുന്നതെല്ലാം കോഫിയുടെ എങ്ങനെ തരുതരൂന്ന് എന്റെ കാട്ടെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം. ഈ തരുതരൂന്ന് കാണുന്നതെല്ലാം കോഫി പൊടിയാണ് കേട്ടോ, കോഫി പൗഡറാണ്. അപ്പൊ അത് നമ്മുടെ ഹെയർ ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്ത് എല്ലാം നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് എല്ലാം നന്നായിട്ട് റിമൂവ് ആവാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കോഫി. ഹെയർ ഗ്രോത്ത് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എന്തിനാ? ആഴ്ചയിൽ 150 വെച്ച് മുടി വെട്ടണം. എന്റെ മനുഷ്യ, ഓരോരുത്തർക്ക് ഹെയർ ഉണ്ടാവാൻ വേണ്ടിട്ട് കൊതിയാ. എന്നാലാണ് ഇത് ഇങ്ങനെ പറയണത്. അത് കൊള്ളാം. ഞാൻ പറഞ്ഞു തന്നെ എന്നായിരുന്നു, അതുങ്ങളും മറന്നുപോയി. അപ്പൊ ഇതിങ്ങനെയൊക്കെ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 അമിതമായ താരന്റെ ശല്യമാണ്. ഇത് 2 പ്രാവശ്യം കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു വിധപ്പെട്ട താരനൊക്കെ പോന്ന്. അതെന്താ മനുഷ്യ അങ്ങനെ പറഞ്ഞേ? അപ്പൊ എനിക്ക് എന്നാണല്ലോ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. ഇങ്ങനെ എനിക്കാണെങ്കിൽ മസാജ് ചെയ്യാനായിട്ട് ഒരു രസമുണ്ട്. എന്റെ കൈക്കൊക്കെ നല്ല തരുതരിപ്പ്. ഈ വീഡിയോക്ക് ക്യാപ്ഷനെ ഭർത്താക്കന്മാരെ സൂക്ഷിക്കുകയും അങ്ങനെ കേട്ടോ. അതിനാ ഇതുപോലൊരു സാധനം വീട്ടിലുണ്ടെങ്കിൽ സൂക്ഷിച്ചോളാം. ഇത് കൂടെ 2 തലയിലിട്ട തല കാണലെങ്കിൽ പിന്നെ എന്റെ എല്ലാ പരീക്ഷണം മിക്കതും മമ്മിയുടെ പ്രിന്റോടെ മേത്താ. കാരണം എന്താ പറയാമോ, അവർക്ക് ഇട്ട് എന്തെങ്കിലും കുഴപ്പമില്ലെന്ന് ഉറപ്പ് വരുത്തിയാലേ ഞാൻ ഇടാറുള്ളൂ. അയ്യോ മതി. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് മമ്മിയുടെ വില ഞാനിപ്പോ മനസ്സിലാക്കുന്നു. അതെല്ലേ, പാവം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. UK എങ്ങോട്ടേലും പോവാന്ന് വെച്ചു. അപ്പൊ എന്നാണേലും ഉണ്ടല്ലോ ഇത് നല്ലോണം ഒരുവിധം സ്ക്രബ് ചെയ്യുമ്പോ തന്നെ നമുക്ക് അറിയാലോ. ഒരു 20 മിനിറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ധൈര്യമായിട്ട് പോയി കുളിക്കാമെന്ന്. ഇപ്പൊ ഏകദേശം 20 മിനിറ്റ്സ് ആയിരുന്നു. എണീറ്റ് പോയല്ലോ, പോരെ? ഉറങ്ങിയോ? 10 മിനിറ്റ് ആയുള്ളൂ കേട്ടോ. നമ്മളെ കണ്ടീഷൻ പിന്നെ അതെന്ത് കണ്ടീഷൻ? അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട് കുറച്ച് കണ്ടീഷൻ. ഇതെന്നാ ഇത് പാറപ്പുറത്തിട്ട് വേദന താരനൊക്കെ ഇളകി പോട്ടെ അങ്ങോട്ട്. ഈ ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ല ഭയങ്കര നല്ല സുഖമില്ലേ? അയ്യോ സുഖിച്ചിരിക്കുവാണേ. എന്നാ എന്റെ തലയിൽ ഇച്ചിരി ഇട്ട് തരാൻ പറഞ്ഞേ. അത് ചെയ്യാലോ, നേരത്തെ തന്നെ ആയോ? അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ടവലൊക്കെ മേത്തിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അല്ല ഇതുപോലെ മേത്തൊക്കെ ആവും.